യുദ്ധം നടക്കുന്ന സാഹചര്യത്തിൽ ചില സ്ഥലങ്ങളിൽ പാചകവാതത്തിന് കുറച്ച് ക്ഷാമം 1-2 ദിവസം നേരിട്ടിട്ടുണ്ട്. അത് പരിഹരിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ വളരെ നല്ല രീതിയിൽ ഇടപെട്ടിട്ടുണ്ട്. ഇന്നലെ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിമാർക്കും അതോടൊപ്പം തന്നെ ജില്ലാ കളക്ടർമാർക്കും കേന്ദ്ര ഗവൺമെൻറ് കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലും യോഗം നടന്ന് വരുന്നതായിട്ടാണ് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപിയിൽ നിന്നും അറിയാൻ സാധിച്ചത്. ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുമായി സംസാരിച്ചിരുന്നു. അതിനുശേഷം തിരുവനന്തപുരം ജില്ലാ കളക്ടറുമായിട്ടും നിലവിലുള്ള സാഹചര്യം വിലയിരുത്തുകയുണ്ടായി. തൊട്ട് മുമ്പ് തിരുവനന്തപുരത്തെ ഹോട്ടൽ ഓണേഴ്സ് അസോസിയേഷനും അതോടൊപ്പം തന്നെ കാറ്ററിംഗ് സർവീസ് അസോസിയേഷൻ്റെയും ഭാരവാഹികളുമായി ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ഉൾപ്പെടെ ഉള്ളവർ യോഗം ചേർന്നിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം നഗരത്തിലെ നിലവിലുള്ള സാഹചര്യങ്ങൾ വളരെ വിശദമായി ചർച്ച ചെയ്തു. ഒരു കാരണവശാലും ഭക്ഷണ സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിക്കുന്ന നടപടികളിലേക്ക് പോകരുത് എന്ന് ഹോട്ടൽ ഉടമകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുടിവെള്ളം നേരത്തെ നൽകിയതുപോലെ തിളപ്പിച്ച വെള്ളം തന്നെ നൽകണം. ഒരു സ്ഥലത്തും ഗ്യാസ് കുറവാണ് എന്ന കാരണം പറഞ്ഞുകൊണ്ട് ചൂടാക്കാത്ത വെള്ളം നൽകാൻ പാടില്ല. പാചകവാതക ക്ഷാമമുണ്ട് എന്നുള്ളൊരു ധാരണ പരത്തി കരിഞ്ചന്തയും പൂഴ്ത്തിവയ്പ്പും കർശനമായിട്ട് കോർപ്പറേഷൻ നേരിടും. പരിശോധനകൾ വളരെ ശക്തമാക്കും. അങ്ങനെയുള്ളവരുടെ ലൈസൻസ് റദ്ദാക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ എടുക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് 20% കൊമേഴ്ഷ്യൽ സിലിണ്ടർ എത്രയും പെട്ടെന്ന് തന്നെ കിട്ടുവാനുള്ള നടപടികൾ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ എവിടെയെങ്കിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടും. അനാവശ്യമായിട്ടുള്ളൊരു ഷോർട്ടേജ് ഉണ്ട് എന്നുള്ളൊരു പ്രതീതി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല എന്നാണ് മനസ്സിലായത്. അദ്ദേഹം തന്നെ ടെലിഫോണിൽ ഹോട്ടൽ ഉടമകളുമായിട്ടും സംസാരിക്കുകയുണ്ടായി. ആവശ്യമാണെന്നുണ്ടെങ്കിൽ നാളെ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രിയുമായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഹോട്ടൽ ഓണേഴ്സും അതുപോലെ തന്നെ കാറ്ററിംഗ് അസോസിയേഷൻ്റെ ഭാരവാഹികളുമായി ഓൺലൈൻ മീറ്റിംഗ് ഇക്കാര്യങ്ങളുടെ ഓരോ ഘട്ടത്തിലുള്ള ഗതികൾ വിലയിരുത്തുവാൻ വേണ്ടി ആലോചിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഹോട്ടൽ ഓണേഴ്സ് അസോസിയേഷൻ്റെ മീറ്റിങ്ങുകൾ തീരുമാനിച്ചത്. കൊമേഴ്സ്യൽ പാചകവാതകം എത്രയും പെട്ടെന്ന് തന്നെ വിപണിയിൽ എത്തിക്കുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇതെല്ലാം കേന്ദ്രത്തിൻ്റെ സർക്കുലർ ഇന്നലെ വന്നു. കേന്ദ്ര ഗവൺമെൻറ് സർക്കുലർ വന്നു. ഇത് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി തന്നെ നേരിട്ട് ഹോട്ടൽ ഓണേഴ്സ് അസോസിയേഷൻ്റെ ഭാരവാഹികളോട് പറഞ്ഞ കാര്യമാണ് ഈ പറഞ്ഞത്. അത് തന്നെയാണ് പറഞ്ഞത്. കേന്ദ്ര ഗവൺമെൻറ് തീരുമാനം അദ്ദേഹം തന്നെ നേരിട്ട് പറഞ്ഞതാണ്. പിന്നെ ഈ ഭാരവാഹികൾ അദ്ദേഹത്തോട് അവരുടേതായ ആശങ്കകൾ അദ്ദേഹത്തിൻ്റെ മുമ്പാകെ അവർ പ്രകടിപ്പിച്ചു. അദ്ദേഹം അതിന് കൃത്യമായിട്ടുള്ള ക്ലാരിഫിക്കേഷൻ നൽകി. ചില സ്ഥലങ്ങളിൽ സ്വാഭാവികമായിട്ട് നമുക്കറിയാമല്ലോ, ഇപ്പോൾ കോവിഡ് വന്നാലും അതുപോലെ ഇത്തരത്തിലൊരു ക്രൈസിസ് വരുമ്പോൾ ചില ആൾക്കാർ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ചെയ്യാൻ പാടില്ലാത്ത ചില നിയമവിരുദ്ധ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഗവൺമെൻറ് കർശനമായ ഇടപെടലിലൂടെ അതൊക്കെ തന്നെ പരിഹരിക്കേണ്ടതാണ്. എന്നാലും കോർപ്പറേഷൻ പരിധിയിൽ പൂഴ്ത്തിവയ്പ്പ്, കരിഞ്ചന്ത ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ ശക്തമായിട്ട് കോർപ്പറേഷൻ ഇടപെടും. പരിശോധനകളുണ്ട്. ഇന്ന് സെക്കൻഡ് സാറ്റർഡേയാണ്. ഹെൽത്ത് സെക്ഷനിലെ ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ ഉണ്ട്. ആവശ്യമാണെന്ന ഘട്ടത്തിൽ കൃത്യമായിട്ട് ഇടപെടും. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എല്ലാ നിർദ്ദേശങ്ങളും, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മാത്രമേ പ്രവർത്തിക്കാൻ അനുവദിക്കുള്ളൂ. യുദ്ധം ഒരു റിയാലിറ്റിയാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ആ യാഥാർത്ഥ്യം മുന്നിൽ കണ്ടുകൊണ്ട് സർക്കാരുകളുടെ നിർദ്ദേശം നമ്മൾ പാലിക്കുകയും അതിനോടൊപ്പം യാത്ര ചെയ്യുകയും വേണം. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഇന്നലെ പല സ്ഥലങ്ങളിൽ നിന്നും, തിരുവനന്തപുരം ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ള പല സ്ഥലങ്ങളിൽ നിന്നും തിരുവനന്തപുരം ജില്ലയിൽ പഠിക്കുവാൻ വന്ന കുട്ടികളുടെ മാതാപിതാക്കൾ കോർപ്പറേഷനായിട്ട് ബന്ധപ്പെട്ടിട്ട് ചില ഹോസ്റ്റലുകളൊക്കെ തന്നെ
അവധി കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ പരീക്ഷാ ദിനങ്ങൾ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ പരീക്ഷ ഉള്ളതുകൊണ്ട് ഒരാശങ്ക പ്രകടിപ്പിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ആശുപത്രികൾ കൂട്ടിരിപ്പുകാർക്കും ഒക്കെ ഭക്ഷണം കിട്ടുന്നതിൻ്റെ ഒരു ആശങ്ക ചിലർ പ്രകടിപ്പിച്ചിരുന്നു. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല, പക്ഷേ പ്രകടിപ്പിച്ചിരുന്നു. അപ്പോൾ ഹോസ്റ്റലുകളും ഹോസ്പിറ്റലുകളും അത്തരത്തിൽ ഒരു ഘട്ടത്തിലേക്ക്, ഭക്ഷണം കിട്ടാത്തൊരു ഘട്ടത്തിലേക്ക് പോവുകയാണെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ കമ്മ്യൂണിറ്റി കിച്ചൺ ആരംഭിക്കുന്നതിനെക്കുറിച്ച് ഞങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ട്. നാളെ ഞായറാഴ്ചയാണ്, നാളെ സർവകക്ഷി യോഗം, കോർപ്പറേഷനിലെ വിവിധ കക്ഷി നേതാക്കളുടെ യോഗം വിളിക്കും. അതിനുശേഷം കൗൺസിലർമാരുടെ ഓൺലൈൻ യോഗം ചേരും. തിങ്കളാഴ്ച മുതൽ ആവശ്യമാണെങ്കിൽ ഹോസ്റ്റലുകൾ, ഹോസ്പിറ്റലുകൾ എന്നിവയിൽ പ്രവർത്തിക്കുന്നവർക്ക്, അവിടെ താമസിക്കുന്നവർക്ക് അത്യാവശ്യമുള്ള ഘട്ടങ്ങളിൽ കമ്മ്യൂണിറ്റി കിച്ചൺ ആരംഭിച്ച് കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ ഭക്ഷണം വിതരണം ചെയ്യാൻ ഞങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ട്. അത് സോണൽ തലത്തിൽ വേണമോ, 4-5 വാർഡുകൾ ചേർത്ത് കോവിഡ് സമയത്തൊക്കെ നമ്മൾ ചെയ്തതുപോലെ അങ്ങനെ വേണമോ, ഏതു തരത്തിലാണ് പ്രായോഗികമായി ചെയ്യേണ്ടതെന്നുള്ളത് സർവകക്ഷി യോഗവും തുടർന്ന് വരുന്ന കൗൺസിലർമാരുടെ ഓൺലൈൻ യോഗത്തിലും തീരുമാനമെടുക്കും. ഭക്ഷണം ലഭിക്കില്ല എന്നുള്ള ആശങ്കയിൽ വിദ്യാർത്ഥിനികളൊക്കെ തന്നെ ഹോസ്റ്റൽ ഉപേക്ഷിച്ച് പോകേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ചും പരീക്ഷാകാലമായതിനാൽ അവർക്ക് തിരുവനന്തപുരത്ത് തന്നെ തുടരേണ്ടതായിട്ടുണ്ട്. പ്രാക്ടിക്കൽ എക്സാം ഒക്കെ ഉണ്ട്. അപ്പോൾ അതിന് കോർപ്പറേഷൻ ചെയ്യേണ്ട ഉത്തരവാദിത്തം ഞങ്ങൾ നിർവഹിക്കും.